ആദ്യം എന്നെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും, രണ്ടാമത് ഞാൻ ഭാരതീയനായതുകൊണ്ടും കേരളത്തിൽ ജീവിക്കുന്നതിനായതുകൊണ്ടും, പിന്നെ എന്നെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കവിതകൾ, കാരണം മൈക്കിൾ ജാക്സനൊപ്പവും കുമാരനാശാനൊപ്പവും എൻ്റെ കവിതകളും ഇങ്ങനെ വരുമെന്നറിയാൻ വേണ്ടിയും, പിന്നെ എന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഇതിന് എന്നെ പങ്കെടുപ്പിക്കുമെന്നറിയാൻ വേണ്ടി ഒക്കെ ഞാനും മഹത്തായൊരു കവിത എഴുതി. കാരണം വേറെ ചിലരുന്ന പോലെ. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 3 എപ്പിസോഡ് മുമ്പ് പറഞ്ഞിരുന്നു, ഇതൊന്നുമല്ല കവിതയും സംഗീതമൊന്നും. MG ശ്രീകുമാറിനെ പോലും ആക്ഷേപിച്ചു. പക്ഷേ ഞാനൊരു കവിത എഴുതി. അത് ബേസിൽ എന്നെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പാഠ്യഭാഗങ്ങളും കൂടെ ചേർക്കണം. കാരണം അടിസ്ഥാനമായിട്ട് ഇത് വെറും തറയാണ്. അപ്പം വേറെ എങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അതും ചെയ്യാം. എന്നെ ഒരു 10 സെക്യൂരിറ്റികളൊക്കെ കൊണ്ടുപോയി എന്നെ കൊണ്ട് നടക്കണം. എനിക്കിഷ്ടമാതിരി പൈസ തരണം. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ദയവായിട്ട് ചെയ്യണം. ഞാനും അങ്ങ് എഴുതി നോക്കിയതാണ്. ഒരു 10 മിനിറ്റേ ഉള്ളൂ എഴുതിയിട്ട്. എനിക്കിത് വായിച്ച് ഇതാണ്. കാരണം ഇത്രയുള്ള ആ കവിതകൾ ഞാൻ പറഞ്ഞില്ല. ഒരു പ്രവേശനോത്സവത്തിലൊരു കുട്ടി പാടിയ കവിതയുടെ കോടിയിലൊന്നുമില്ല. മൈക്കിൾ ജാക്സൺ ആരാണ്? ഈ ലോകത്ത് സിസ്റ്റൻസുള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് യേശുദാസ്. ഒരു നെഗറ്റീവാണ് എനിക്ക് അയാളെക്കുറിച്ച്. പക്ഷേ മൈക്കിൾ ജാക്സൺ 1 കോടി പേരിൽ 100 പേർക്ക് പാടാൻ കഴിവിട്ടുള്ളൂ, എഴുതാൻ കഴിവിട്ടുള്ളൂ. ചില വംശത്തിനത് കുലമായിട്ട് കിട്ടും. അതുപോലെയൊക്കെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അവിടെയൊക്കെ തലച്ചോറൊക്കെ 1000 പ്രാവശ്യം കീറി മുറിച്ചിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയൊക്കെ. എന്താണ് അതിനകത്തൊരു പ്രത്യേകതയില്ല. പക്ഷേ അവരൊക്കെ എന്നതാ ഒരു പ്രപഞ്ചത്തിനതീതമായ ഒരു ശക്തി അവരിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ നോക്കി നിൽക്കുന്ന വരികളാണ്. ഞാനതുകൊണ്ട് ഒരു 15 മിനിറ്റായി ഞാനും എഴുതുക. എന്നെ പരിഗണിക്കാമെങ്കിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നിടത്തും വോട്ടിന് വേണ്ടി പിന്നെ യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാണ് ഞാനങ്ങ് പാടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ടുകൾ. ഇതിനകത്ത് റാപ്പിൻ്റെയും പോപ്പിൻ്റെയും അങ്ങനെയുള്ള മ്യൂസിക് ചേർത്ത് ആരെങ്കിലും ഇറക്കിയാൽ മതി. വെല്ലുവിളിച്ചാലും കുഴപ്പമില്ല. എന്നെ വെല്ലുവിളിച്ചു. ഞാൻ മരിച്ചു പോകുന്നു, ചത്തു പോകുന്നു വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാത്തെന്ന് പറയാം. എൻ്റെ ബട്ടൺസിലും എൻ്റെ കണ്ണാടിയിലും ഗ്ലാസ്സിലും എൻ്റെ പേനയിലൊക്കെ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് മരിക്കാൻ പേടിയത് ഞാൻ ഒറ്റേനാ. മെഡിക്കൽ കോളേജിന് ബോഡി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ നീ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ചങ്കൂറ്റാണ് എന്നെ പിടിച്ചെടുത്തത്. ഞാനീ പാട്ടങ്ങ് പാടുക. എന്നെ എന്തെങ്കിലും പരിഗണിക്കണം. കടലമ്മ കുനിഞ്ഞല്ല നിന്നത്. ഇതിനകത്ത് റാപ്പ് മ്യൂസിക്കും പോപ്പ് എല്ലാവർക്കും അമ്മയായ നിന്നത്. ബുദ്ധനും ക്രിസ്തുവും നബിയുമുള്ള ഭൂമിയിൽ, അയ്യങ്കാളി വിവേകനെല്ലാം വാണിടുന്ന നാട്ടിൽ, കഞ്ചാവാളി ആയൊരെന്നെ കിട്ടാത്ത വോട്ടിനായി കൂടെ ചേർത്ത് നിർത്തണേ. ഇന്ത്യ എന്ന പുണ്യമണ്ണിൽ ജാതിസ്പർദ്ധ മാഞ്ഞൊരി മണ്ണിൽ, എങ്കിലും എനിക്കൊരു പെഗ്ഗിനായി, പെണ്ണിനായി, ലഹരിയായി, ധനത്തിനായി, വിഡ്ഢിയായ വല്ലവൻ്റെ കാവലുണ്ട് എനിക്ക്. 10 മിനിറ്റ് അയാൾ എഴുതിയുള്ള. അതാ കണ്ണാടി വെക്കാത്ത എനിക്ക് അടുത്തുള്ള കാഴ്ച കണ്ണാടിയിലല്ലേ. എന്തിനെന്നാൽ എൻ്റെ രാജ്യം ഇന്ത്യയല്ലെന്ന് ഓർക്കണം. ഇന്ത്യയെ തകർക്കുവാൻ ചൈന എന്ന നായായി വന്നതാണ് എന്നിലൂടെ. പേടിയാണ് എനിക്ക് ഭാരതം, കേരളം, ആരും ഗതി പിടിക്കല ദൈവമേ. എന്താണെന്ന് ഹേതുവെന്നറിയാമോ? ദൈവമെന്ന കരങ്ങളാൽ നിവർന്നു നിൽക്കും ഭാരതം, കേരളം തകർന്നു കാണണം എനിക്കുമേ. ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും എഴുതിയില്ല. ഞാനിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എഴുതാം. ഇതിന് റാപ്പ് മ്യൂസിക് പോപ്പ് മ്യൂസിക് എഴുതത്തില്ല. എനിക്ക് ഭയങ്കര അയച്ചു വരുന്നത്. കാരണം എൻ്റെ ഞാനിങ്ങനെയൊന്നും ആർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടില്ല. ഞാനൊരു യൂട്യൂബിലും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ചിലവനെ പൊക്കി പറയാൻ വേണ്ടി എനിക്കൊരു 100 പേര് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് എനിക്കൊരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവൻ ഇതാണ് ഞാനിതാണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ഒരു ദിവസം വരുന്ന 20ഓളം വീഡിയോസാണ്. എനിക്കെന്തിനാണ് ഇവനൊക്കെ ഇടുന്നത്? എന്നാ ഒരാളെ, ഞാൻ ആളുടെ പേരൊന്നും പറഞ്ഞില്ല, ഞാനും എഴുതി. എന്നെ എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പാഠഭാഗങ്ങൾ ഒരിക്കലും നമ്മൾ മാമ്പഴം ഒരിക്കലും അവിടെ വായിക്കരുത്. അംബേദ്കറുടെ
ഇതൊന്നും പറയുന്നത്. ഈ അംബേദ്കർ അംബേദ്കർക്ക് ബ്രാഹ്മണ സ്ത്രീകൾ വിവാഹം കഴിച്ചത്. ഇവിടെ ഒരു ജാതി സ്പർദ്ധയില്ല, ഒരു കോപ്പുമില്ല. ഇവിടെ എല്ലാവരും ഒന്നായിരുന്നുള്ള ഇതിനകത്തൊക്കെ ജാതി സ്പർദ്ധ വരുത്താൻ വേണ്ടി വരാതെ സവർണ്ണനൊന്നുമില്ല. എന്നെപ്പോലുള്ളവരെ ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെ നോക്കാച്ചെന്ന് എഴുതി പഠിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ മക്കളൊക്കെ കാനഡയിലും ദുബായിലൊക്കെ ഇരിക്കുന്ന മക്കളാണ്. നെഗറ്റീവായി പോയ ആളുകളും ഉണ്ടാകാം. പക്ഷേ എനിക്കിങ്ങനെ ഒരു 100 വീഡിയോസ് ഒന്നും ഇടരുത്, ഞാൻ കണ്ടെന്നും പറഞ്ഞ്. ഞാൻ വർക്ക് ചെയ്താലിപ്പം ഒരു പ്രൊമോട്ട് ചെയ്യില്ല, അറിയാമോ? എന്തിനാണ് ഒരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്? ഇതിനേക്കാൾ കൂടുതൽ ഈ വരികൾ തന്നെ. ഇനി ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് വരെ, ഇപ്പോൾ 20 മിനിറ്റ് ആയില്ലേ ഞാൻ പാടി കഴിഞ്ഞു. എന്നെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും പഠിക്കാൻ എൻ്റെ പാഠഭാഗങ്ങൾ ചേർക്കണം. എന്നെ മന്ത്രിമാർ വരുന്നിടത്ത് എന്നെ കൊണ്ടിരുത്തണം. എനിക്കൊരു 16 സെക്യൂരിറ്റിമാർ വരണം. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ എഴുതിയ ബൈക്കിൽ പോപ്പ് മ്യൂസിക്കാർക്ക് അവനാകെ 3 പാട്ട് വരെയൊക്കെ എഴുതിയിട്ടുള്ളൂ. ഒരു സിനിമയിലെ സൈഡറുള്ളെങ്ങാണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു. വേണ്ട കേട്ടോ, എന്നെ ഭീഷണിയൊന്നും പെടുത്തില്ല. ശരി.